Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. Lazaro Academy, Aviation, Logistics and Paramedical, Payyannur, Mattanur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവിക്കാനുള്ള വക ലഭിക്കാതെ വന്നതോടെ ഖാദി മേഖലയിൽ നിന്നും തൊഴിലാളികൾ പണിമതിയാക്കുന്നു. ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതുമാണ് ഖാദി തൊഴിലാളികളുടെ ഈ കൂട്ടമായ കൊഴിഞ്ഞുപോക്ക്. താലൂക്ക് ആശുപത്രിയിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ തുടങ്ങി. കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പാർക്കിംഗ് ഏരിയ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത. തൃക്കരിപ്പൂർ ടൗണിൽ അനുമതിയില്ലാതെ വിവിധ സംഘടനകൾ പ്രകടനങ്ങൾ നടത്തിയതിന് ചന്ദേര പോലീസ് കേസുകളെടുത്തു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, DYFI, RSS എന്നീ സംഘടനകളുടെ 100-ൽ പരം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് കേസെടുത്തത്. പഴയങ്ങാടി BV റോഡിലെ അമലും മിലനും ചേർന്ന് അവതരിപ്പിച്ച റീൽസ് കണ്ടത് 5 മില്യൺ ആളുകൾ. ഏറെ ഹാസ്യാത്മകമായി ഇവർ അവതരിപ്പിച്ചത് പഴയങ്ങാടി അണ്ടർ ബ്രിഡ്ജിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം. വിശദമായ വാർത്തകളിലേക്ക്. ജീവിക്കാനുള്ള വക ലഭിക്കാതെ വന്നതോടെ ഖാദി മേഖലയിൽ നിന്നും തൊഴിലാളികൾ പണിമതിയാക്കുന്നു. ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതുമാണ് ഖാദി തൊഴിലാളികളുടെ ഈ കൂട്ടമായ കൊഴിഞ്ഞുപോക്ക്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 3500 തൊഴിലാളികളാണ് ഖാദി മേഖലയിൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ 2500 പേരോളം കണ്ണൂർ ജില്ലയിലാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 1000-ഓളം തൊഴിലാളികൾ കുറഞ്ഞതായാണ് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ മാത്രം നേരത്തെ 3000-ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഓരോ വർഷവും ഖാദി മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിച്ചു വരുന്നു എന്ന് പറയുമ്പോഴാണ് ഈ കൊഴിഞ്ഞുപോക്ക്. ഖാദി നൂൽപ്പ് നെയ്ത്ത് തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം അഥവാ മിനിമം കൂലി 1 വർഷത്തോളമായി കുടിശ്ശികയാണ്. ഖാദി സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും ഖാദി ബോർഡിന് കീഴിലുള്ള തൊഴിലാളികൾക്കും ഇതാണ് അവസ്ഥ. പൂരക വേതന പദ്ധതി പ്രകാരമുള്ള ഇൻകം സപ്പോർട്ട് സ്കീം തുകയിൽ നിന്നും സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനുള്ള തുക അനുവദിക്കുന്നത്. ഇത് ലഭിക്കാത്തത് കാരണം സംസ്ഥാനത്തൊട്ടാകെയുള്ള ഖാദി തൊഴിലാളികൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. കൃത്യമായി ജോലി ലഭിക്കാത്ത സാഹചര്യം, കൂലി യഥാസമയം നൽകാതിരിക്കുക, ഇപ്പോഴും തന്നെ സർക്കാർ നൽകുന്ന ഇൻകം സപ്പോർട്ട് സ്കീമിൽ നിന്നുള്ള തുക മിനിമം വേതനമായിട്ടാണ് നൽകി വരുന്നത്. 12ാമത്തെ മാസമാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് 19 മാസത്തെ കുടിശ്ശികയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ജോലി ലഭിക്കാത്തത് കാരണം തൊഴിലാളികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 കഴി നൂലെടുക്കണം എന്നാണ് ഒരു നൂൽപ്പ് തൊഴിലാളിയുടെ വർക്ക് ലോഡെങ്കിൽ ശരാശരി 10 കഴി നൂൽ ഉൽപ്പാദിപ്പിക്കാനുള്ള നടപടികൾ പോലും ഇപ്പോൾ നിലവിലില്ല. ഉൽപ്പാദന വർധനവിനെ കുറിച്ചിട്ട് ഖാദി ബോർഡിൻ്റെ അധികാരികളും ഖാദി കേന്ദ്രത്തിൻ്റെ ആളുകളൊക്കെ, സ്ഥാപനങ്ങളുടെ ആളുകളൊക്കെ ഉൽപ്പാദന വർധനവിനെക്കുറിച്ച് പറയാതെ തുണി വിൽപ്പനയെക്കുറിച്ച് മാത്രം പ്രോത്സാഹിപ്പിക്കുക, അത് നടത്തണമെന്ന് പറയുക എന്നല്ലാതെ ഉൽപ്പാദന വർധനവിന് കാര്യക്ഷമമായിട്ടുള്ളൊരു നടപടിയും അവരുടെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ഗവൺമെൻറ് തലത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല. റിബേറ്റ് തുക യഥാസമയം നൽകാത്തതുകൊണ്ട് ഖാദി സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു വരുന്നത്.
പരുത്തിയിൽ നിന്ന് 24 കഴി, അതായത് 24,000 മീറ്റർ നൂലുണ്ടാക്കുകയാണ് നൂൽനൂൽപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ പ്രവൃത്തി. ഇതിനായി 24,000 തവണ ചർക്ക കറക്കണം. എന്നാൽ 10 കഴി നൂലുണ്ടാക്കാനുള്ള പരുത്തിയും സാഹചര്യവും മാത്രമാണ് തൊഴിലാളികൾക്ക് വർഷങ്ങളായി ലഭിക്കുന്നത്. ഖാദി മേഖലയിലെ പ്രതിസന്ധി തന്നെയാണ് ഇതിന് കാരണം. ഒരു കഴി നൂലിന് 14 രൂപ 90 പൈസയാണ് കൂലി. ഒരു കഴിക്ക് 12 രൂപ 50 പൈസ ഖാദി സ്ഥാപനങ്ങളും ബാക്കി 2 രൂപ 40 പൈസ സർക്കാരും നൽകും. സർക്കാർ നൽകേണ്ട തുകയാണ് ഒരു വർഷമായി കുടിശ്ശികയായത്. ജോലി വ്യവസ്ഥ പ്രകാരം 24 കഴി നൂല് ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളിക്ക് 300 രൂപ വരുമാനം കണക്കാക്കിയാൽ നെയ്ത്തു തൊഴിലാളിക്ക് 193 രൂപ മാത്രമാണ് ലഭിക്കുക. ഈ അന്തരം കാരണം കൊണ്ടുകൂടിയാണ് ഈ മേഖലയിൽ നിന്നും തൊഴിലാളികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യം തൊഴിലാളി സംഘടനകൾ ഉയർത്തുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താലൂക്ക് ആശുപത്രിയിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ തുടങ്ങി. ഈ സ്ഥലം പുതിയ പാർക്കിങ്ങിനായി ഉപയോഗപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് പുതിയ ഹോസ്പിറ്റൽ കോംപ്ലക്സ് വന്നതോടെ ഒരു വർഷം മുൻപാണ് ഈ കെട്ടിടം പൂർണ്ണമായും ഉപേക്ഷിച്ചത്. അതിനു മുൻപ് ഡയാലിസിസ് സെന്ററും കാരുണ്യ ഫാർമസിയും ഡി അഡിക്ഷൻ സെന്ററും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ആദ്യകാലത്ത് പ്രസവ വാർഡുകളായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു വർഷം മുൻപാണ് ശോച്യാവസ്ഥയിലായ കെട്ടിടം ഉപേക്ഷിച്ചത്. ഇത്തവണ ആദ്യ മഴയിൽ തന്നെ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകർന്നു വീണിരുന്നു. ഇതോടെ അപകടാവസ്ഥ ബോധ്യപ്പെടുകയും എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുകയും ചെയ്തു. ഇതോടെയാണ് കെട്ടിടം പൊളിച്ചുമാറ്റാൻ തീരുമാനമായത്. കാലപ്പഴക്കം ചെയ്തിട്ടുള്ള പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും നഗരസഭയുടെ ഭാഗത്ത് സ്വീകരിക്കുകയും അത് പൂർണ്ണമായും പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായും പൊളിച്ചു നീക്കി ആ സ്ഥലം പുതിയ പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ആ ഒരു സൗകര്യം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പാർക്കിംഗ് ഏരിയ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നൽകുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ടൗണിൽ അനുമതിയില്ലാതെ വിവിധ സംഘടനകൾ പ്രകടനങ്ങൾ നടത്തിയതിന് ചന്ദേര പോലീസ് 4 കേസുകളെടുത്തു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, ഡിവൈഎഫ്ഐ, RSS എന്നീ സംഘടനകളുടെ 100-ൽ പരം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് കേസെടുത്തത്. സംസ്ഥാനത്ത് ആരോഗ്യരംഗം കുത്തഴിഞ്ഞുവെന്നാരോപിച്ച് തൃക്കരിപ്പൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തിയതിന് 12 പേരുടെയും കണ്ടാലറിയാവുന്ന മറ്റ് 38 പേരുടെയും പേരിലാണ് കേസുകളുള്ളത്. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനം നടത്തിയതിൽ 16 പേരുടെ പേരിലും പോലീസ് കേസെടുത്തു. അധ്യാപകരുടെ കാലുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ചു എന്നാരോപിച്ച് തൃക്കരിപ്പൂർ ചക്രവാണി വിദ്യാമന്ദിരത്തിലേക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രകടനം നടത്തിയതിൽ നേതാക്കളും പ്രവർത്തകരുമായ 7 പേരുടെയും മറ്റ് 23 യുവജനങ്ങളുടെയും പേരിലാണ് കേസെടുത്തത്. ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചക്രവാണി വിദ്യാമന്ദിരത്തിനെതിരായ തെറ്റായ പ്രചരണം നടത്തി പ്രകടനം നടത്തിയെന്നാരോപിച്ച് RSS നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയതിന് 5 പേരുടെയും മറ്റ് 10 പേർക്കെതിരെയുമാണ് ചന്ദേര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി BV റോഡിലെ അമലും മിലനും ചേർന്ന് അവതരിപ്പിച്ച റീൽസ് കണ്ടത് 5 മില്യൺ ആളുകൾ. പഴയങ്ങാടി അണ്ടർബ്രിഡ്ജിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതമാണ് ഏറെ ഹാസ്യാത്മകമായി ഇവർ അവതരിപ്പിച്ചത്. تكنولوجيا 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 عشدنها تكنولوجيا عشدنها تكنولوجيا. പഴയങ്ങാടി പ്രദേശത്തുകാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദുരിതമാണ് റെയിൽവേ അണ്ടർപാസിലെ വെള്ളക്കെട്ടും അതുപോലെ തന്നെ പഴയങ്ങാടി മേൽപ്പാലത്തിലെ ദുരിതവും. ഈ ദുരിത കാഴ്ചകളെ വളരെ മനോഹരമായി ഹാസ്യാത്മകമായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടുകയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ. ആദ്യം നമുക്കൊന്ന് ഇവരെ പരിചയപ്പെടാം. പേരെന്താ? അമൽ. പേരെന്താ? മിലൻ. അതുപോലെ ഇവരുടെ അമലിൻ്റെ പിതാവ് അല്ലേ? അമലിൻ്റെ പിതാവ് കൂടെയുണ്ട്. പേരെന്താ? ഷജീർ ലാൽ ഫോട്ടോഗ്രാഫറാണല്ലേ? അതെ, എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ഷജീർ ലാൽ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്?
അതായത് ഇവരെപ്പോഴും അതിലൂടെ പോകുന്ന സമയത്ത് ബ്ലോക്ക് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് അമൽ എന്നോട് ചോദിച്ചു, അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് അവിടുന്ന് ഒരു വീഡിയോ എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. എന്നിട്ടാണ് അവിടുന്ന് ഒരു സംഭവം ചെയ്തത്. വളരെ രസകരമായിരുന്നു അല്ലേ? ബക്കറ്റിൽ കയറിയിട്ട് അല്ലേ? എങ്ങനെയായിരുന്നു ആ സീൻ? എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ്. ഒരാൾ അവിടെ ഇരിക്കുന്നു, അമൽ അവിടെ ഇരിക്കുന്നു, ഒരാൾ കാശ് കൊണ്ട് അവിടെ വരുന്നു. പിന്നെ പുള്ളി ബക്കറ്റ് വാങ്ങുന്നു, കാശ് കൊടുത്തിട്ട് ബക്കറ്റിലൂടെ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് നടക്കുന്നു. അതിനുശേഷം ആ ബക്കറ്റ് അവിടെ ഒരു വട്ടയിലിട്ടിട്ട് അമൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കുന്നു. അതാണ് ആ വീഡിയോ ഉണ്ടായത്. അതെ, അതായത് ഏകദേശം ഒരു 5 മില്യണിലധികം ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അല്ലേ? ഏതായാലും വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് എന്തൊക്കെയാണുള്ളത്? സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്തൊക്കെയാണ്? ഫേസ്ബുക്ക് ഉണ്ടോ? പിന്നെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് എല്ലാം ഉണ്ട്. എല്ലാറ്റിലും വീഡിയോ ചെയ്യാറുണ്ടോ? എല്ലാറ്റിലും വീഡിയോ ചെയ്യാറുണ്ടോ? അമൽ ജോക്സ് എന്ന സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോം വഴിയാണ് ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ? എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? കുറേ നാളായി. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? പുന്നച്ചേരി സെൻറ് മേരീസ് എൽ പി സ്കൂൾ, നമ്മുടെ ജോൺസൺ മാഷിൻ്റെ സ്കൂളിൽ അല്ലേ? പ്രധാന അധ്യാപികയുടെ പേരെന്താ? ക്രിസ്റ്റീന ടീച്ചർ അല്ലേ? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടോ ഇക്കാര്യത്തിലൊക്കെ? നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വാദിഹുദ അല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണോ? കൂട്ടുകാരൊക്കെ ഇത് കാണാറുണ്ടോ? ഇത് വളരെയധികം നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ടോ? അതെയോ? അവിടുത്തെ നിങ്ങളുടെ പ്രിൻസിപ്പാളിൻ്റെ പേരെന്താ? അറിയില്ല. സുഹൈൽ മാഷൊക്കെ ഇത് കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്, പ്രോത്സാഹിപ്പിക്കാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഷജീറെ, എത്ര കാലമായി നിങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഒരു 6 മാസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇത്രയും വൈറലായിട്ടുള്ള വീഡിയോ ഇത് ആദ്യമാണ്. ഇതിന് മുമ്പ് ഒരു 4.1 മില്യൺ, അതുപോലെ 2 മില്യൺ, 3 മില്യൺ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വൻ വൈറലായി. അതുപോലെ തന്നെ നമുക്കറിയാം, മേൽപ്പാലത്തിൽ ഇപ്പോൾ കമ്പികളൊക്കെ കണ്ടിട്ട് ആകെ ജനമാകെ ഇളകിയിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ? നമ്മുടെ MLA എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. എങ്കിലും ആ പ്രശ്നം സ്ഥിരമായിട്ടൊരു പരിഹാരം കാണുന്നില്ല. അതുകൊണ്ടാണോ? എങ്ങനെയായിരുന്നു ആ വീഡിയോ? എങ്ങനെയായിരുന്നു? അതെ, അവിടെ താൽക്കാലികമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം തന്നെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഒരാഴ്ച 2 ആഴ്ചത്തേക്കുള്ള ഇതിന് പുറമെ അന്ന് ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഒരു ആൾ ബൈക്കിൽ നിന്ന് വീഴുന്നത് കണ്ടതിന് ശേഷമാണ് ഇവർ എന്നോട് പറഞ്ഞത്, അപ്പോൾ ഇന്ന് ഒരാൾ അവിടെ നിന്ന് ബൈക്കിൽ നിന്ന് വീണു. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്തായാലും കൊച്ചു കുട്ടികളിൽ വരെ നമ്മുടെ ഈ പഴയങ്ങാടി BV റോഡിലെ അണ്ടർപാസിലെ വെള്ളക്കെട്ടും മേൽപ്പാലവും ഒക്കെ ഏറെ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അധികൃതരോട് ഇവർക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം കാണണമെന്നാണെന്നല്ലേ? എന്തായാലും ഇവരുടെ വീഡിയോക്ക് ശേഷം ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പിയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. പോലീസിന്റെ കുറ്റാന്വേഷണ മികവിൽ പയ്യന്നൂർ ക്രൈം സ്ക്വാഡിന് ആദരവ്. JCI കൊക്കാനിശ്ശേരിയുടെയും എയർബോൺ കോളേജിന്റെയും നേതൃത്വത്തിലാണ് ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പോലീസിന്റെ കുറ്റാന്വേഷണ മികവിൽ പയ്യന്നൂർ ക്രൈം സ്ക്വാഡിന് ആദരവ്. വഴിയാത്രക്കാരായ വയോധികന്മാരുടെ മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ മോഷ്ടാക്കളെയും പട്ടാപ്പകൽ വീട്ടിൽ കയറി കഴുത്തിന് കത്തിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത മോഷ്ടാവിനെയും അന്വേഷണ മികവിലൂടെ ദിവസങ്ങൾക്കുള്ളിൽ നിയമത്തിന് മുന്നിലെത്തിച്ച പയ്യന്നൂർ സ്ക്വാഡിനെ JCI കൊക്കാനിശ്ശേരിയുടെയും എയർബോൺ കോളേജിന്റെയും നേതൃത്വത്തിലാണ് അനുമോദിച്ചത്. പയ്യന്നൂർ DYSP K വിനോദ് കുമാർ സേനാംഗങ്ങൾക്ക് ഉപഹാര സമർപ്പണം നടത്തി. പയ്യന്നൂർ SI P യദുകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പയ്യന്നൂർ സ്ക്വാഡ് ആദരവ് ഏറ്റുവാങ്ങി. കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ തന്നെ ഒരു പകുതി വഴിക്ക് പോകുമ്പോൾ കിട്ടാൻ സാധ്യതയില്ല, ഇയാളെ തിരിച്ചറിയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന കേസാണ്. പെട്ടെന്ന് തന്നെ അതിനൊരു ടേണിംഗ് പോയിന്റ് കിട്ടുകയും അതിൽ നിന്ന് ആളെ തിരിച്ചറിയുകയും ചെയ്തു. അങ്ങനെ അവരെ പിടിക്കാനും ആ സാധനങ്ങൾ നമുക്ക് റിക്കവർ ചെയ്യാനും സാധിച്ചു. അതെന്തുകൊണ്ട് പോലീസിന്റെ ഒരു ടീം വർക്ക്, പോലീസ് എപ്പോഴും ഒരു ഒറ്റയാൾ പട്ടാളായി നടന്നാൽ പോലീസിന് ഒരു കാര്യം നടക്കുക. ഞാൻ വലിയ ആളാണ്, ഞാൻ തന്നെ ഇവിടെ നടക്കുന്നതിനാൽ ഒറ്റയ്ക്ക് നടക്കാൻ ലക്ഷ്യം ഒരു കാരണവശാലും പിടിക്കാൻ പറ്റും. SHO KP ശ്രീഹരി, JCI ഭാരവാഹികളായ അനീസ് തയ്യൽ, എയർബോൺ കോളേജ് MD ഷിജു മോഹൻ, സുമേഷ് മുണ്ട്യാൾ, ബിജുല എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പ്രയുക്തി മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കാസർഗോഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ നടന്ന തൊഴിൽ മേള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പ്രയുക്തി മെഗാ തൊഴിൽ മേളയിൽ പ്രമുഖമായ 35-ൽ പരം സ്വകാര്യ തൊഴിൽദായകരും 500-ൽ പരം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. മെഗാ തൊഴിൽ മേള കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് എല്ലാവർക്കും തൊഴിൽ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. പലപ്പോഴും നമ്മുടെ കുട്ടികൾ വീട്ടിനടുത്ത് ജോലി വേണം എന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലോ അന്റാർട്ടിക്കയിലോ എവിടെ പോയി പഠിച്ചാലും അവിടെ തന്നെ ജോലി നേടാൻ വേണ്ടി മലയാളികൾ തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേളകളിൽ വരുന്ന ഒരു പൊതു സമീപനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കടമകളും കഴിഞ്ഞ് സെലക്ട് ചെയ്താൽ ജോയിൻ ചെയ്യേണ്ട സമയമാകുമ്പോൾ അവർക്ക് പലർക്കും താല്പര്യമില്ല എന്നതിലേക്ക് വരുന്നില്ല. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ വി രാധ, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി ജാസ്മിൻ, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ വിനോദ്, ഹോസ്ദുർഗ് ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസർ പി പവിത്രൻ, വൊക്കേഷണൽ ഗൈഡ് ലൈൻ എംപ്ലോയ്മെന്റ് ഓഫീസർ പി കെ അജേഷ്, പോളിടെക്നിക് സീനിയർ സൂപ്രണ്ട് എൻ പി സൈനുദ്ദീൻ, NSS പ്രോഗ്രാം ഓഫീസർ കെ പി രാജൻ, പ്ലേസ്മെന്റ് ഓഫീസർ ഷൈജു കെ നായർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഴ കനത്തതോടെ പലിയേരി ഗ്രാമീണ വായനശാല കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി. പലിയേരി ചകിരി കമ്പനിയുടെ മുന്നിൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇതുവഴി കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ ഗ്രാമീണ മേഖലയിലെ ആദ്യ ബസ് സർവീസ് നടത്തിയ കരിവള്ളൂർ പലിയേരി കോവൽ റോഡ് ശാപമോക്ഷം കാത്തിരിക്കുന്നു. മഴ കനത്തതോടെ പലിയേരി ഭാഗത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കെട്ടിക്കിടക്കുന്നു. വിദ്യാർത്ഥികളടക്കം ഒട്ടേറെ യാത്രക്കാരാണ് ഇതുവഴി കടന്നുപോകുന്നത്. കരിവള്ളൂർ പെരളം പഞ്ചായത്തിലെ റോഡുകളെല്ലാം വീതി കൂട്ടിയിട്ടും കരിവള്ളൂർ പലിയേരി കോവൽ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം നിറവേറിയില്ല. ഓവുചാൽ ഇല്ലാത്തതിനാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് പതിവാണ്. പലിയേരി ചകിരി കമ്പനിയുടെ മുൻപിൽ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനയാത്രക്കാർക്കും ഇതുവഴി കടന്നു പോവുക എളുപ്പമല്ല. ചീമേനി, കൊടക്കാട്, പുത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് കരിവള്ളൂർ, ഓണക്കുന്ന് എന്നിവിടങ്ങളിലേക്ക് പലിയേരി വഴിയാണ് ആളുകൾ എത്തിച്ചേരുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗം നവീകരിച്ച് റോഡിന് വീതി കൂട്ടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിൽ പൊതുയിട ജനകീയ ശുചീകരണ പ്രവർത്തനം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൊതുയിടങ്ങൾ വൃത്തിയായും സൗന്ദര്യാത്മകമായും സംരക്ഷിക്കുക എന്നത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ബഹുജന വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി പൊതുയിട ശുചീകരണം നടത്തി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മാതൃകയായി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഒരു പ്രദേശം തിരഞ്ഞെടുത്ത് പരിപാടിയുടെ പ്രാദേശികതല ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് കണ്ടംകുളങ്ങര ഫാമിലി ഹെൽത്ത് സെന്റർ പരിസരത്ത് നടന്ന ശുചീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ നിർവഹിച്ചു. ശുചിത്വമുള്ള പഞ്ചായത്താക്കുക, ശുചിത്വമുള്ള കേരളമാക്കി മാറ്റുക. അതിൻ്റെ ഭാഗമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുറേ പദ്ധതികൾ നടന്നു വരുന്നുണ്ട്. ഇന്നലെ നമുക്കൊരു ഉത്തരവ് വന്നു. എല്ലാ പൊതുയിടങ്ങളും മാസത്തിൽ 3-ാമത്തെ ആഴ്ച എല്ലാവരും കൂടി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരുണാകരൻ മാസ്റ്റർ, വാർഡ് മെമ്പർമാരായ ബാലകൃഷ്ണൻ സി, ലക്ഷ്മണൻ NV, TV കല്യാണി, ഫാമിലി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനൂപ്, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് കുമാർ VV, VEOമാരായ റായപ്പൻ സ്റ്റാൻലി, ഷീജ KV, CDS ചെയർപേഴ്സൺ ഷീബ കെ, സെക്രട്ടറി വിനോദ് കുമാർ MP, ഫാമിലി ഹെൽത്ത് സെന്റർ JHI ജയനീഷ് P, ഫാമിലി ഹെൽത്ത് സെന്റർ ജീവനക്കാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ ശുചീകരണ പരിപാടിയിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വെങ്ങര കസ്തൂർബ വായനശാല പരിസരത്ത് കോൺഗ്രസ് നേതാവ് മോഹനൻ കക്കോപ്രവൻ ഉദ്ഘാടനം ചെയ്തു.
മാടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വെങ്ങര കസ്തൂർബ വായനശാല പരിസരത്ത് കോൺഗ്രസ് നേതാവ് മോഹനൻ കക്കോപ്രവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, മാടായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ വെങ്ങര, പി ഗോകുലൻ, PV രാമചന്ദ്രൻ, T അയ്യപ്പൻ, K കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ റോട്ടറി എലൈറ്റ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ തയ്യാറാക്കി നൽകിയ ഡൈനിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ ഡൈനിംഗ് ഏരിയ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഷിജു പുതിയപുരയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റോട്ടറി സോണൽ കോർഡിനേറ്റർ നരേന്ദ്ര ഷേണായി, സജിത്ത്, പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ബിന്ദു, ഡോക്ടർ സുനിത മേനോൻ, സുനിൽകുമാർ EP തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുറ്റൂർ വില്ലേജ് സമ്മേളനം പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TV ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുറ്റൂർ വില്ലേജ് സമ്മേളനം പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം TV ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് 52% വരുന്ന സ്ത്രീകളാണ് പ്രതിനിധികൾ എന്നുള്ള ഒരു കാരണമുണ്ട്. ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നാം 100%-ലാണ്, കേരളത്തിലെ സ്ത്രീകൾ 100%-ലാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാമൂഹികമായ മാറ്റത്തിന്റെ അനുബന്ധമായി നിൽക്കുന്ന ഘടകങ്ങളുടെ എല്ലാം ഇടപെടലിന്റെ ഭാഗമായി സ്ത്രീകൾ കുറെ കൂടി രാഷ്ട്രീയ ബോധവാന്മാരായിട്ടുണ്ട്. അതിന്റെ കൂടി ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സംഘടനാ ബോധം, അവകാശബോധം എല്ലാം ഉണ്ടായതിന്റെ കൂടി ഗുണമാണ് നമുക്കിപ്പോ യൂണിറ്റ് സമ്മേളനങ്ങൾ ഒരു 10, 50, 60, 100 ആളുകളെ വെച്ച് നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാം 22 യൂണിറ്റും അങ്ങനെയാണ് എന്നുള്ള അഭിപ്രായം എനിക്കുമില്ല. ചില യൂണിറ്റുകളിൽ ചില പരിമിതികളൊക്കെ ഉണ്ടാവാം. K ഇന്ദിര അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ പെരിങ്ങോം ഏരിയ സെക്രട്ടറി PV വത്സല, പ്രസിഡന്റ് KV ഗൗരി, P ദാക്ഷായണി, V കാർത്യായണി, P ബാലകൃഷ്ണൻ, VV ശോഭ, രജനി മോഹൻ, K സുധാമണി, P ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. പെരുവാമ്പ ഗവൺമെന്റ് LP സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് സമ്മേളനം സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. K ഇന്ദിരയെ പ്രസിഡന്റായും VV ശോഭയെ സെക്രട്ടറിയായും ഷൈനി വിജേഷിനെ ട്രഷററായും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രമുഖ സഹകാരിയും DCC മെമ്പറുമായിരുന്ന K ബാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു. ചീമേനി കോൺഗ്രസ് മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖ സഹകാരിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർവാഹക സമിതി അംഗവുമായിരുന്ന K ബാലന്റെ 3ാമത് ചരമവാർഷിക ദിനം ചീമേനിയിലെ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായി ആചരിച്ചു. പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല, സ്വന്തം സമ്പാദിക്കാൻ വേണ്ടിയല്ല, തന്റെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തി കൊടുക്കാനുള്ള അതിശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചപ്പോ എതിരാളികൾക്ക് തോന്നി ഇവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇങ്ങനെ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശത്രുക്ഷയം ഈ പഞ്ചായത്തിൽ ഉണ്ടാവാൻ പോകുന്നു എന്ന അവരുടെ പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ശശിയെ പോലുള്ള ആളുകളെ ആദ്യമായി 1981 തന്നെ അവർ വീട്ടുമുറ്റത്ത് കുത്തിക്കൊലപ്പെടുത്തിയത്. കരിമ്പിൽ കൃഷ്ണൻ അനുസ്മരണ ഭാഷണം നടത്തി. INTUC സംസ്ഥാന നിർവാഹക സമിതി അംഗം TV കുഞ്ഞിരാമൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A ജയരാമൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇൻചാർജ് AP സുരേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ TP ധനേഷ്, TP ശ്രീവത്സൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി K രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി പൊതുപ്രവർത്തകരുടെ പാഠപുസ്തകമെന്ന് AP നാരായണൻ അഭിപ്രായപ്പെട്ടു. കോറോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മണിയറ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന ഉമ്മൻചാണ്ടി 2ാം ചരമവാർഷിക അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. കച്ചേരി രമേശൻ, ശങ്കരൻ മണിയറ, രജനി രമേശൻ, പ്രകാശൻ മണിയറ, ഭാസ്കരൻ VP,
കുഞ്ഞിക്കണ്ണൻ PP, S. ഇബ്രാഹിം, ഉഷ ഇട്ടമ്മൽ, രജിത് കുമാർ P എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ചീമേനിയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് MK ബാബുരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരു മണ്ഡലത്തിലുള്ള ഒരു വാർഡിനകത്തുള്ള 3-4 ഒരു കൃഷ്ണാട്ടന് ഇത്ര അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു സ്ഥലത്തുള്ള ഒരാൾക്ക് ഇനിയും ഒരു 1.5 മണിക്കൂർ ഇവിടെ ചെയ്ത കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മനുഷ്യൻ കേരളത്തിനകത്തും രാജ്യത്തിനകത്തും ഉള്ള ഓരോ ആളും പറയാൻ സമയം കൊടുത്താൽ ഒരു കൊല്ലം എന്ന് പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളും അത്ര കണ്ട് സഹായങ്ങളും ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു അത്ഭുത മനുഷ്യനായി നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനാചരണം ചീമേനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് MK ബാബുരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. മണ്ഡലം പ്രസിഡന്റ് AP സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. KPCC മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് ജോയ് ജോസഫ്, INTUC ജില്ലാ സെക്രട്ടറി TV കുഞ്ഞിരാമൻ, K പ്രഭാകരൻ, ശ്രീവത്സൻ, TP ധനേഷ്, K രാഘവൻ, INTUC തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് K സുരേഷ് കുമാർ, K ശോഭന, K ശ്രീധരൻ, സുനീഷ്, A പ്രകാശൻ, M ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടന്നു. DCC ജനറൽ സെക്രട്ടറി രജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാമന്തളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സദസ്സും നടന്നു. അനുസ്മരണ യോഗം KM തമ്പാന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. PV സുരേന്ദ്രൻ, K ഹരിദാസ്, PK രാമചന്ദ്രൻ, PP നാരായണി, PKR പൊതുവാൾ, KM കോമളവല്ലി, PP ശേഖരൻ, TK സുരേന്ദ്രൻ, KN നിതിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവിക്കാനുള്ള വക ലഭിക്കാതെ വന്നതോടെ ഖാദി മേഖലയിൽ നിന്നും തൊഴിലാളികൾ പണിമതിയാക്കുന്നു. ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതുമാണ് ഖാദി തൊഴിലാളികളുടെ ഈ കൂട്ടമായ കൊഴിഞ്ഞുപോക്ക്. താലൂക്ക് ആശുപത്രിയിലെ അപകടാവസ്ഥയിലായ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാൻ തുടങ്ങി. കെട്ടിടം പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം പാർക്കിംഗ് ഏരിയ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നൽകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത. തൃക്കരിപ്പൂർ ടൗണിൽ അനുമതിയില്ലാതെ വിവിധ സംഘടനകൾ പ്രകടനങ്ങൾ നടത്തിയതിന് ചന്ദേര പോലീസ് കേസുകളെടുത്തു. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, DYFI, RSS എന്നീ സംഘടനകളുടെ 100-ൽ പരം നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയാണ് അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് കേസെടുത്തത്. പഴയങ്ങാടി BV റോഡിലെ അമലും മിലനും ചേർന്ന് അവതരിപ്പിച്ച റീൽസ് കണ്ടത് 5 മില്യൺ ആളുകൾ. ഏറെ ഹാസ്യാത്മകമായി ഇവർ അവതരിപ്പിച്ചത് പഴയങ്ങാടി അണ്ടർ ബ്രിഡ്ജിൽ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതം. നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.